ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കുഞ്ഞുങ്ങൾക്ക് കഥ ഇഷ്ടമാണല്ലോ. ഇന്ന് ആൻറ്റി ഒരു കഥ പറയാം. 3 രക്തസാക്ഷികളായ 3 സഹോദരന്മാരെ കുറിച്ചാണ് ഇന്ന് പറയുവാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനു മുമ്പായിട്ട് നമുക്ക് ഒരു വാക്യം പഠിക്കാം. 1 കൊരിന്ത്യർ 15:52 വാക്യം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണുമിക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഇവിടെ കർത്താവ് വരുമ്പോൾ ആദ്യം നാം എല്ലാവരും മരിക്കുകയില്ല, മരിച്ചവർ രൂപാന്തരപ്പെടും, ജീവനോടെ ശേഷിക്കുന്നവരും രൂപാന്തരപ്പെടും. അങ്ങനെ എല്ലാവരും കൂടെ കർത്താവിനെ എതിരേൽപ്പാനായിട്ട് പോകും എന്നുള്ളതാണ് ഈ വാക്യത്തിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ആ വാക്യം ഒന്നും കൂടെ പറയാം. 1 കൊരിന്ത്യർ 14:52 വാക്യം. 1 കൊരിന്ത്യർ 15:52 വാക്യം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണുമിക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. കിലിക്കിയിലെ ഗവർണറായ മാക്സിമസ് തർസോസ് വാഴുന്ന സമയം ക്രിസ്തുവിരോധിയായിരുന്ന ഗവർണറെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി ദെമത്രിയോസ് എന്ന ഉദ്യോഗസ്ഥൻ 3 ക്രിസ്ത്യാനികളെ കെട്ടി അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ആദ്യം നിന്ന ടാർക്കസിനോട് നീ ആരാണെന്ന് ഗവർണർ ചോദിച്ചു. താൻ ഒരു ക്രിസ്ത്യാനിയാണെന്ന് ടാർക്കസ് പ്രതിവചിച്ചു. മറുപടി കേട്ട കോപക്രാന്തനായ ഗവർണർ സ്നേഹഭാവത്തോടെ ഇപ്രകാരം പറഞ്ഞു: നീ ഈ ദൈവത്തെ തള്ളിപ്പറയുകയാണെങ്കിൽ പണവും ബഹുമാനങ്ങളും നൽകാം. മാത്രമല്ല, ചക്രവർത്തി പോലും അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിനക്ക് ചെയ്യുവാൻ അത് എന്താണ് ബുദ്ധിമുട്ട്? ദ്രവ്യാഗ്രഹം പാപമാണെന്നും അത് മുഖാന്തരം പാപങ്ങളും ചതിവുകളും മോഷണങ്ങളും മാത്രമല്ല കൊലപാതകങ്ങൾ പോലും ഉണ്ടാകുന്നുവെന്ന് ടാർക്കസ് ഗവർണറിനോട് പറഞ്ഞു. എന്നാൽ ക്രിസ്തു വിശ്വാസികൾക്ക് സന്തോഷവും സമാധാനമുണ്ട്. മാത്രമല്ല, ക്രിസ്ത്യാനി എന്ന പേരിനേക്കാൾ അധികമായി തനിക്ക് യാതൊരു ആഗ്രഹവുമില്ലെന്നും ആത്മജ്ഞാനമില്ലാത്ത ചക്രവർത്തിമാർ അന്യദൈവങ്ങളെ സേവിക്കുന്നതിനാൽ അവർ പിശാചിൻ്റെ അവകാശമായ നരകത്തിലേക്ക് ആനയിക്കപ്പെടുന്നുവെന്നും അദ്ദേഹം ഗവർണറെ ബോധിപ്പിച്ചു. മറുപടി കേട്ട് വികാരഭരിതനായ ചക്രവർത്തി ആ ക്രിസ്തു ഭക്തനെ ക്രൂരമായി അടിക്കുവാനായി ആജ്ഞ പുറപ്പെടുവിച്ചു. പടയാളികൾ അദ്ദേഹത്തെ ദണ്ണുകൊണ്ട് കഠിനമായി അടിച്ചു. അദ്ദേഹത്തിൻ്റെ താടിയെല്ലിനെ അവർ തകർത്തു. ഇതിലൊന്നും തൃപ്തരാകാതെ അവർ വീണ്ടും ചാട്ടവാർ കൊണ്ട് അടിച്ച് എല്ലുകളെല്ലാം കാണുമാറാക്കി. അതിനുശേഷം മറ്റ് 2 പേരെ വിസ്തരിക്കുവാൻ വേണ്ടി തിരികെയും ടാർക്കസിനെ ബന്ധിച്ച് കുണ്ടറയിൽ ഇടുകയും ചെയ്തു. രണ്ടാമതായി പ്രോബസിനെ മാക്സിമിനസിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. നീ ആരാണെന്ന ഗവർണറുടെ ചോദ്യത്തിന് തൻ്റെ സഹോദരൻ പറഞ്ഞ അതേ മറുപടി തന്നെ പ്രോബസ് പറഞ്ഞു. അദ്ദേഹത്തെ മർദ്ദനത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. ക്രൂരമായ അടിയേറ്റ് പ്രോബസിൻ്റെ ശരീരത്തിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകി. അപ്പോൾ അടുത്തു നിന്ന ദെമത്രിയോസ് അദ്ദേഹത്തോട് ശരീരത്തിൽ നിന്നൊഴുകുന്ന രക്തം കണ്ടെങ്കിലും ഒരു പ്രാവശ്യത്തേക്ക് ദേവനെ നമസ്കരിക്കുക എന്ന് പറഞ്ഞു. ഒരു പ്രാവശ്യത്തേക്ക് ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞാൽ രക്ഷപ്പെടാം എന്നുള്ള ആജ്ഞയുടെ മുന്നിൽ പ്രോബസ് ഒന്ന് തല തുൽക്കുക മാത്രമേ ചെയ്തുള്ളൂ. ഇതിൽ കുപിതനായ ഗവർണർ അവൻ്റെ മുഖം കാണത്തക്കവണ്ണം തരിച്ചു കെട്ടുക, അവൻ എങ്ങനെ സഹിക്കുന്നു എന്ന് കാണാമല്ലോ എന്ന് പറഞ്ഞു. തുടർന്നുള്ള അടികളെല്ലാം നെഞ്ചത്തായിരുന്നു. എന്നാൽ ഒരു ഭാവഭേദവും കൂടാതെ വളരെ സന്തോഷത്തോടെ അദ്ദേഹം അവയെല്ലാം സഹിച്ചു. മാത്രമല്ല, ശരീരത്തിൽ താൻ എത്രത്തോളം പങ്കപ്പാടുകൾ ഏൽക്കുന്നുവോ അത്രത്തോളം ബലവും ധൈര്യവും തൻ്റെ ആത്മാവിൽ വസിക്കുന്നു എന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. പടയാളികൾ അദ്ദേഹത്തെയും ചങ്ങലയിൽ ബന്ധിച്ച് കുണ്ടറയിൽ ഇട്ടു. മൂന്നാമതായി ആൻഡ്രിക്കോസിനെ കൊണ്ടുവന്നു. ഗവർണർ ചോദ്യം വീണ്ടും ആവർത്തിച്ചു. മറ്റ് 2 പേരും പറഞ്ഞതുപോലെ വളരെ ധൈര്യത്തോടെ അദ്ദേഹവും മറുപടി പറഞ്ഞു. മറ്റ് 2 പേർക്കും നൽകിയ ശിക്ഷാരീതികൾ അദ്ദേഹത്തിന് നൽകി. വളരെ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി അദ്ദേഹം അവയെല്ലാം സഹിച്ചു. അവർ അദ്ദേഹത്തെയും കുണ്ടറയിൽ അടച്ചു. ചില ദിവസങ്ങൾക്ക് ശേഷം 3 പുറത്തു കൊണ്ടുവന്നു. അവരുടെ വിശ്വാസം വർദ്ധിച്ചതുള്ളെന്ന് മനസ്സിലാക്കിയ ഗവർണറുടെ കോപം 10 മടങ്ങ് വർദ്ധിച്ചു. ടാർക്കസിൻ്റെ കൈവെള്ളിയിൽ തീക്കനൽ വെച്ച് കെട്ടി. അതിനുശേഷം അവർ അദ്ദേഹത്തെ പുകഞ്ഞ് കത്തിക്കൊണ്ടിരുന്ന നനഞ്ഞ കച്ചിയുടെ മുകളിൽ തലക്കീഴായി കെട്ടി തൂക്കി. ആര്യത്തീയിൽ യാതന കൊണ്ടിരിക്കുമ്പോൾ ടാർക്കസ് ഇപ്രകാരം പറഞ്ഞു: നിങ്ങളുടെ സർവ്വശക്തികളും എൻ്റെ നേരെ പ്രയോഗിച്ചാലും നിങ്ങൾക്കോ ചക്രവർത്തിക്കോ നിങ്ങൾ സേവിക്കുന്ന വിഗ്രഹങ്ങൾക്കോ ജീവനുള്ള ദൈവത്തിൽ നിന്ന് എന്നെ വേർപെടുത്തുവാൻ കഴിയുകയില്ല. പിന്നീട് പ്രോബസിനോട് ബലി കഴിക്കുവാൻ മനസ്സുണ്ടോ എന്ന് ഗവർണർ ചോദിച്ചു. ക്രിസ്തുവിലുണ്ട് എൻ്റെ വിശ്വാസത്തിനു വേണ്ടി കഷ്ടം സഹിക്കുവാൻ മുൻപത്തിനേക്കാൾ ഞാൻ സന്നദ്ധനാണെന്ന് അദ്ദേഹം പ്രതിപാദിച്ചു.
തുടർന്ന് പ്രോബസിനെ പടയാളികൾ ചാട്ടവാർ കൊണ്ടടിച്ചു. ചുട്ടുപഴുത്ത കമ്പികൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ വെച്ച് തിരികെ കാരാഗൃഹത്തിൽ അടയ്ക്കുകയും ചെയ്തു. ആൻഡ്രിക്കോസിനെയും അവർ ഗവർണറുടെ മുമ്പിൽ ഹാജരാക്കി. ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ് ഉന്നത സ്ഥാനം നേടിയ നിന്റെ കൂട്ടു സഹോദരന്മാരെ പോലെ നീയും ക്രിസ്തുവിനെ തള്ളിപ്പറക എന്ന് ആൻഡ്രിക്കോസിനോട് ഗവർണർ ഒരു കള്ളം പറഞ്ഞു. ഇത് കേട്ട് ആൻഡ്രിക്കോസ് ഇങ്ങനെ പറഞ്ഞു: ഗവർണറെ, എൻ്റെ വീരന്മാരായ സഹോദരന്മാരുടെ മേൽ ബലഹീനത ചുമത്തുന്നത് താങ്കളുടെ കൗശലവാക്കുകളിൽ ഞാൻ മയങ്ങി പോകുമെന്ന് നിരൂപിക്കാതെ നിങ്ങൾ ഭയപ്പെടുത്തുന്നതായ കാര്യങ്ങൾ പ്രായോഗികത വരുത്തിയാലും നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ളതിൽ ഏറ്റവും ക്രൂരമായ മാർഗം പ്രയോഗിച്ചാലും ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ പിന്തിരിക്കുവാൻ സാധ്യമല്ല. ഉജ്ജ്വലമായ മറുപടിയുടെ മുന്നിൽ പതറിപ്പോയ ഗവർണർ അദ്ദേഹത്തെ വാറുകൊണ്ട് കഠിനമായി വീണ്ടും അടിപ്പിച്ചു കാരാഗൃഹത്തിലാക്കി. എന്നാൽ അടിയാലുണ്ടായ മുറിവുകൾ വളരെയധികം സുഖമായി. കാരാഗൃഹ പ്രമാണി വൈദ്യനെ വിളിച്ചു മരുന്ന് കൊടുത്തതായിരിക്കും എന്ന് കരുതിയ ഗവർണർ അദ്ദേഹത്തെ ശിക്ഷിക്കുവാൻ കൽപ്പിച്ചു. ആ സമയം ആൻഡ്രിക്കോസ് ഇപ്രകാരം പറഞ്ഞു: ഞാൻ സേവിച്ചു നിൽക്കുന്ന കർത്താവ് എന്നെ സൗഖ്യമാക്കുവാൻ കഴിവുള്ളവനാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മൂന്നാമത് അവരെ കാരാഗൃഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. അവരുടെ വിശ്വാസം മേൽക്കുമേൽ ദൃഢമാകുന്നെന്ന് മനസ്സിലാക്കിയ ഗവർണർ ജനത്തെയെല്ലാം വിളിച്ചുകൂട്ടി ആ ദൈവമക്കളെ അവർ കൊലക്കളത്തിലേക്ക് കൊണ്ടുവന്നു. അതിനുശേഷം അനേകം ദിവസം പട്ടിണി കിടന്ന വന്യമൃഗങ്ങളെ അഴിച്ചുവിട്ടു. അത്ഭുതമെന്ന് പറയട്ടെ, ഒരൊറ്റ മൃഗം പോലും അവരെ തൊട്ടില്ല. നിരാശനായ ഗവർണർ ഒരു കരടിയെ കൊണ്ടുവരാൻ കൽപ്പിച്ചു. എന്നാലും കരടിയും അവരെ തൊട്ടില്ല. പരാജിതനായ ഗവർണറുടെ വൈരാഗ്യം ജ്വലിച്ചു. ആ ക്രിസ്തു ഭക്തന്മാരുടെ ശിരസ്സുകളെ ഉടലിൽ നിന്ന് വേർതിരിച്ചു. അങ്ങനെ ആ 3 പേരും വീരന്മാരും കർത്താവിൻ്റെ മാർവിടത്തിലേക്ക് ചേർക്കപ്പെട്ടു. അവർ തങ്ങളെ സ്നേഹിച്ച കർത്താവിൻ്റെ സന്നിധിയിൽ എത്തിച്ചേർന്നു. അങ്ങനെ 3 സഹോദരന്മാർ തങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച കർത്താവിന് വേണ്ടി അവരും അവരുടെ ജീവനെ കൊടുക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, നല്ല സമയത്തിനായിട്ട് നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിൻ്റെ മക്കളായ ഞങ്ങൾക്ക് നിൻ്റെ സന്നിധിയിൽ വരുവാൻ സഹായിച്ചുകൊണ്ട് സ്തോത്രം. ദുഷ്ട നിറഞ്ഞ ലോകത്തിൽ ഞങ്ങളെ സഹായിക്കുന്നതുകൊണ്ട് സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. കർത്താവെ, പരീക്ഷയിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. എല്ലാം കർത്താവിൻ്റെ നാമത്തിൽ താഴ്മയും വിനയമായിട്ട് അപേക്ഷിക്കുന്നു. ആമീൻ. കുഞ്ഞുങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം, മാത്രമല്ല ഷെയർ ചെയ്യണം. Okay, bye bye. May God bless you all.